രണ്ട് മലക്കുകളെ ഖബറിലേക്ക് ഇറങ്ങി വരികയാണ്. അവിടെ നിന്ന് ചോദ്യം തുടങ്ങുകയാണ്. അതാ റൂഹ് തിരിച്ചു തന്ന് നിന്നെ പിടിച്ച് ചാരിയിരുത്തിയിട്ട് അതാ മലക്കുകൾ ചോദിക്കുന്നു. അവിടെ നിന്ന് ചോദിക്കുകയാ മൻ റബ്ബുക മൻ ദീനുക മൻ ഇമാമുക. അവിടെ നിന്ന് ചോദ്യം ഇങ്ങനെ ചോദിക്കുകയാണ്. അതാ ഉത്തരം ഇങ്ങനെ പറയുകയാണ്. അതാ ഉത്തരം ഇങ്ങനെ പറയുകയാണ്. പടച്ചവനെ അതാ മലക്കുകൾ ചോദിച്ച ചോദ്യങ്ങൾക്ക് മുഴുവനും ഉത്തരം പറഞ്ഞു കഴിയുമ്പോ ആ മലക്കുകൾ പറയാൻ പോകുന്ന വാചകം എന്തെന്നറിയുവോ? ലം കനൗമത്തിൽ അറൂസ് ലം കനൗമത്തിൽ അറൂസ്. അതാ മണിയറക്കകത്ത് കടന്നുറങ്ങുന്നത് പോലെ ഖിയാമത്ത് നാൾ വരെ ഉറങ്ങിക്കോ. ഖിയാമത്ത് നാൾ വരെ ഈ ഖബറിനകത്ത് കിടന്നുറങ്ങിക്കോ. ഏതുപോലെ പഠിക്കടാ ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ട യുവത്വമേ. എങ്ങനെയാ കിടന്നുറങ്ങാൻ പറയുന്നത്? അതിരാത്രിയിൽ ഒരു പെണ്ണ് കിടന്നുറങ്ങുന്നത് പോലെ, മണിയറയ്ക്കകത്തൊരു ചെറുപ്പക്കാരൻ കിടന്നുറങ്ങുന്നത് പോലെ ഖിയാമത്ത് നാൾ വരെ ഇതിനകത്ത് കിടന്നുറങ്ങിക്കോ. ലം കനൗമത്തിൽ അറൂസ് എന്ന് മലക്കുകൾ പറയുമെന്ന് നബിതങ്ങൾ പറയുമ്പോ എന്തിനാണ് അങ്ങനെ പറയുന്നതെന്നറിയുമോ? പടച്ചവനെ, പുതിയ പുതുമണവാട്ടിയും പുതുമണവാളനും അവര് കിടന്നുറങ്ങുന്നത് പോലെ ഉറങ്ങാ പറയാറുള്ള കാരണം എന്താ? പടച്ചവനെ, കല്യാണം കഴിഞ്ഞ് മണവാട്ടിയും മണവാളനും അതാ ബെഡ്റൂമിനകത്ത് കയറി കഴിഞ്ഞാൽ, അവരുടെ മണിയറയ്ക്കകത്ത് കയറി കഴിഞ്ഞാ പിന്നെ പറയും ആരും അവരെ ശല്യം ചെയ്യല്ലേ. കുട്ടികളോട് പറയും അങ്ങോട്ട് പോകരുത്, അവരുടെ ആദിരാത്രിയാണ്, അവര് സന്തോഷത്തോടെ ഇരിക്കട്ടെ, അവര് ജീവിതം തുടങ്ങുകയാണ്, അവരെ ശല്യം പോലും ചെയ്യാൻ പാടില്ല എന്ന് പ്രായമുള്ള ഉമ്മമാര് പറയുമായിരുന്നു. പടച്ചവനെ, അത് പണ്ടായിരുന്നടോ, അതൊക്കെ പണ്ടായിരുന്നടാ ചെറുപ്പക്കാർ.